ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. യഹൂദജനം ഈശോയെ പലപ്പോഴും സ്വീകരിക്കുന്നില്ല. യഹൂദരുടെ പ്രതീക്ഷയായിരുന്നു അവർക്കൊരു രക്ഷകൻ വരുമെന്നുള്ളത്. പുരോഹിതന്മാരെല്ലാം കണക്കൂട്ടിയിരുന്നത് ഈ രക്ഷകനെ, പക്ഷെ പലപ്പോഴും വന്നപ്പോൾ തിരസ്കരിക്കപ്പെടുക. ഇതിൻ്റെ പല ചിത്രങ്ങളും സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോ പലപ്പോഴും തർക്കത്തിൽ തന്നെ ഏർപ്പെടുകയാണ്. പിതാവാണ് എന്നെ അയച്ചത്, ഞാൻ പിതാവിൽ നിന്ന് വന്നിരിക്കുന്നു. ചിലപ്പോൾ ഈശോ കടുപ്പത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ജാരസന്തതികളാന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെതാന്ന് പറയുന്നു, പക്ഷേ ദൈവത്തിൻ്റെതായ ഒരു സ്വഭാവവും ജീവിതത്തിൽ കാണിക്കുന്നില്ല. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 37-ാം തിരുവചനം, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. ഈശോ അവരോട് വളരെ കർക്കശമായിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളല്ല ചെയ്യുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. അത് തിരിച്ചു പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. ദൈവഹിതത്തിന് വില കൊടുത്ത ക്രിസ്തു നിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കട്ടെ. എത്രത്തോളം നിനക്ക് പറയാൻ പറ്റും, ഞാൻ എൻ്റെ ദൈവപിതാവിൻ്റെ ഹിതത്തിന് വില കൊടുത്തുകൊണ്ടാണ് പോകുന്നത്? കൂടുതൽ ആഴത്തിൽ നിനക്ക് പറയാനായിട്ട് സാധിക്കണം. അതിനെ ഈ നോമ്പുകാലം നിന്നെ ക്ഷണിക്കുക. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഹിതത്തെ പ്രവൃത്തിയെ കൊണ്ടുവരുന്ന ഒരു തങ്കപ്പെട്ട ജീവിതം അത് നിൻ്റേതായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൊണ്ടു. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോയെ, നിന്റെ ഹിതത്തെ വിലമതിക്കുവാനായിട്ട്, പിതാവിൻ്റെ ഹിതം എപ്പോഴും അന്വേഷിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കുന്നു. ഈ ദിവസത്തിനു വേണ്ട കൃപകളും നന്മകളെല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധി